ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് വന്നത്. ബിഗ് ബോസിനെ കുറിച്ചിട്ടല്ല, ബിഗ് ബോസിലുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ ഒരു അഭിപ്രായത്തെ കുറിച്ചിട്ട്. അവരുടെ അഭിപ്രായം അവരുടേത് മാത്രമാണെന്ന് ബിഗ് ബോസ് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഞാൻ ബിഗ് ബോസ് റെഗുലറായിട്ട് കാണുന്ന ഒരാളല്ല. ഞാൻ ചാനൽ മാറ്റുമ്പോൾ കണ്ടാൽ വെക്കും എന്നല്ലാതെ ഹോട്ട്സ്റ്റാറിലൊന്നും കാണുന്ന ഒരാളേ അല്ല ഞാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ, എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ടാഗ് ലൈൻ വരയും വായനയും കാട് കയറിയ ചിന്തകളെന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാട് കയറിയ ചിന്തകൾ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനും എനിക്കൊന്ന് എല്ലായിടത്തേക്കും എത്തിക്കാനും വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ബിഗ് ബോസിലുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ലക്ഷ്മി. ലക്ഷ്മി പറഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും ജോലിയും എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. ആ ആളുടെ വായിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളാണ് ബിഗ് ബോസിൽ ഒരു ടൈമിൽ നമ്മൾ കേട്ടോണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിഗ് ബോസിൽ തന്നെയുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് ആദിലെ നൂറി. എനിക്കാണെങ്കിൽ ഇത്രയും ഇഷ്ടപ്പെട്ട രണ്ടാൾക്കാർ ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർ വരില്ല. അത് ബിഗ് ബോസ് എന്നൊരു ഷോയിലൂടെയല്ല എനിക്ക് അവരിഷ്ടം, എനിക്ക് അവരല്ലാതെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ യൂട്യൂബ് ചാനലാണ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും ഞാൻ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്കവർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അവർ ഭയങ്കര ലക്കി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ആ ഒരു ധൈര്യം എടുത്ത് കൂടെ ജീവിക്കാൻ കാണിച്ച ഒരു ധൈര്യത്തിന് ഇപ്പോഴും ഹാറ്റ്സ് ഓഫ്. അത് അവരുടെ ലൈഫ് ലോങ് അവരുടെ അടുത്ത് ഏറ്റവും വലിയ ഡിസിഷൻ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ രണ്ട് ആൾക്കാരെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത രണ്ട് ആൾക്കാരാണെന്നുള്ള കാര്യം. അതിന് വന്ന് മോഹൻലാൽ ഭയങ്കര എന്താ പറയുക, ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഇതിനെ എന്താ പറയുക തിത്തിത്തേ കളിച്ച് ലക്ഷ്മി അവിടെ ഇരുത്തി. ഭയങ്കര സന്തോഷമായി. അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഷോയിനോട് എനിക്കൊരു മതിപ്പും ബഹുമാനമൊക്കെ സത്യം പറഞ്ഞാൽ തോന്നി തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷം ഈ കഴിഞ്ഞ ഫാമിലി റൗണ്ടിൽ ലക്ഷ്മിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞു, എല്ലാവരും വീട്ടിലേക്ക് വരണം, നിങ്ങളെ രണ്ടുപേരും വീട്ടിൽ കയറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് സിറ്റ് ഔട്ടിലിരിക്കാമെന്ന്. ഹേ സ്ത്രീയെ, നിങ്ങളൊരു ടീച്ചറല്ലേ, നിങ്ങൾ എന്ത് കണ്ടിട്ട് അങ്ങനെ പറയണേ? അറിയാതെ വായിന്ന് വീണു പോയതാണോ, അല്ലെങ്കിൽ അബദ്ധം പറ്റിയതാണോ, അല്ല നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ, അല്ല നിങ്ങളെ മോളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഇനി നിങ്ങളുടെ ഉള്ളിൽ അതുണ്ടെങ്കിൽ പോലും അവരുടെ മുന്നിൽ നിന്ന് അത് പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ള ഒരു സാമാന്യ ബോധം നിങ്ങൾ കാണിക്കേണ്ടതായിരുന്നു. കാരണം നിങ്ങളൊരു ടീച്ചറാണ്. നിങ്ങൾ കുറേ ആൾക്കാരെ, കുറേ കുഞ്ഞു മക്കളെ അല്ലെങ്കിൽ കുറേ വിദ്യാർത്ഥികളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരാളാണ്. നിങ്ങളിങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചിന്തിക്കും? ഞാനതാണ് ആലോചിച്ചത്. ശരിക്കും പറഞ്ഞാൽ തോന്നുന്നു അവർ പറയുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒരു ഇതിൽ, നിന്റെ തമ്പുരാട്ടിക്കളി നിന്റെ അടുത്ത് വെച്ചാൽ മതി, ഇത് ഇവിടെ കാട്ടണ്ടാകും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡയലോഗായിരുന്നു. കാരണം ആ ഫാമിലി റൗണ്ടിൽ അവരുടെ അമ്മ പറഞ്ഞതും അവർ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, നമ്മുടെ പഴയ ഒരു സത്യഭാമയില്ലേ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ ഒരു കറുത്ത കുട്ടികൾ ഡാൻസ് കളിക്കണ്ടെന്ന് പറഞ്ഞൊരു സത്യഭാമയുടെ വേറൊരു വേർഷനായിട്ട് എനിക്ക് തോന്നി. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇതുപോലെ സെയിം ജെൻഡറിനോട് അട്രാക്ഷനുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാനാകുമോ? ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഡെഫിനറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കതൊരു ദിവസം, അതായത് ഇങ്ങനത്തെ ഒരാൾ മീൻസ് അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് അറിയുന്നൊരു ദിവസം വരും, അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്നൊരു ദിവസം വരും, പറഞ്ഞു പോയല്ലോ എന്ന്. ഞാൻ അതിൽ വന്ന എല്ലാ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് ഈ ഒരു എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഇതിനെ മാത്രം ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. ബാക്കി പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആര്യൻ്റെ അമ്മ, ജം അവരുടെ അടുത്ത് അതായത് നൂറയുടെ അതിലെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇനി അമ്മ വന്നിട്ടില്ല എന്ന് പറയരുത്, നിങ്ങളുടെ അമ്മ വന്നു, ഞാനാണ് നിങ്ങളുടെ അമ്മ. ആ അമ്മ വന്നിട്ട് സ്വന്തം മകനെ കെയർ ചെയ്യുന്നതും ഭയങ്കരമായിട്ട് എന്താ പറയുക അതിൻ്റെ പുറകെ നടക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് നൂറയുടെയും ആദിലയുടെയും ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇത് കൂടെ നടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചത് അങ്ങനെയാണ്. എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടം തോന്നി. സ്വന്തം മകനെ ഉണ്ടാകുമ്പോഴും മറ്റൊരു കുട്ടികളോട് കൂടുതൽ അടുപ്പം കാണിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അമ്മ എന്ന് പറയുന്നത്. സീരിയസ്ലി, ഇപ്പം നമ്മുടെ മക്കളൊരു തെറ്റ് ചെയ്താൽ അവൾ ചെയ്ത തെറ്റ് ഓക്കെ, അവളായതുകൊണ്ട് തെറ്റ് ചെയ്യാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കരുതൊരമ്മ. ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം. അതാണ് ഒരു അമ്മയുടെ കടമ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ലക്ഷ്മിയുടെ അമ്മ, ലക്ഷ്മി പറഞ്ഞത് 100 അല്ല 500 പ്രാവശ്യം തെറ്റാണെന്നുള്ളത് ലോകം ഒന്നാകെയുള്ള ആൾക്കാർ പറഞ്ഞതാണ്.
ഓക്കെ, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാതിരിക്കാൻ മാത്രം അവർക്ക് എന്താണ് പ്രശ്നം? ഇക്കാലത്ത് മാറാ രോഗമുള്ള ഒരാളെ പോലും അകറ്റി നിർത്താൻ പാടില്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. നമുക്കവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കണ്ണിൽ അത് മഹാ അപരാധം തന്നെയായിരുന്നു. കാരണം എനിക്ക് സത്യം പറഞ്ഞ ലക്ഷ്മിയെ കാണാനുള്ള ഒരു ഭംഗിയും കാര്യമൊക്കെ എനിക്കിഷ്ടമായിരുന്നു. വേ ഓഫ് ടോക്കിങ്, ആ ഒരു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഒരു സംഗതിയോടെ എനിക്കുള്ള ഇഷ്ടം കൂടി പോയി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഉള്ള ഇഷ്ടം പോലും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാടുകയറിയ ചിന്ത ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ വിചാരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ LGBTQ അതുപോലെ തന്നെ ഉള്ള ഇതൊക്കെ അവർ മനുഷ്യരല്ലേ എന്നല്ല, മൃഗങ്ങളാണെങ്കിൽ പോലും നമ്മൾ ലൈക്ക് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ ഒരു ഡോഗ് ഉണ്ട്. അതിന് 2 വർഷം മറ്റുമായിട്ട് ക്യാൻസറാണ്. അവരിപ്പോഴും അതിനെ ടേക്ക് കെയർ ചെയ്യുന്ന ആ ഒരു രീതി കാണുമ്പോഴേ ഞാനിങ്ങനെ ചിന്തിച്ചു പോകും. അത്രയും നാൾ നമ്മളെ നോക്കി വളർത്തിയ ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നെഗറ്റീവ് അടിച്ച് അവരുടെ അടുത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ കാണുന്നില്ലേ ഓരോ വീഡിയോസൊക്കെ. ഒരു മൃഗത്തെ ഇത്രയും സ്നേഹിക്കുന്ന ആ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പേഴ്സണലി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പെറ്റ്സിനെ വളർത്താറില്ല. എനിക്ക് ഭയങ്കര പേടി അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യം. പിന്നെ എനിക്ക് കുറച്ച് വലുതായതിനു ശേഷം എനിക്ക് പൂച്ച, പട്ടി ഇതിനൊക്കെ വളർത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ലൈക്ക് അവരുടെ രോമം ഭക്ഷണത്തിലാവും ഇങ്ങനത്തെയൊക്കെ ഒരു ഭയങ്കര ഒരു തോട്ടോണ്ട് ഞാൻ വളർത്താറില്ല. പക്ഷേ എനിക്ക് അവരെ കാണാനും മറ്റൊരാൾ വളർത്തുന്നത് കാണാനും ഒക്കെ ഒരു ഡിസ്റ്റൻസ് വിട്ട് എനിക്ക് അവരെ കാണാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ ഞാൻ പോലും അവരുടെ അടുത്ത് ഇത്രയും ഭയങ്കര സ്നേഹം എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു പെറ്റ് ലവറിന് എത്രമാത്രം തോന്നും. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് അത്ര പോലും അവർക്ക് ഇനി ആ ഡോഗിനെ കൊണ്ട് യാതൊരു ഉപയോഗവും ഉപകാരമില്ല. പക്ഷെ എന്നിട്ട് പോലും അവരതിനെ ടേക്ക് കെയർ ചെയ്യുകയും നോക്കുകയും ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മനുഷ്യർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പറഞ്ഞു വന്നത് ഈ ആദിലയും നൂറയും അതുപോലെ വരുന്ന ഒരുപാട് ആൾക്കാരും അവർ മനുഷ്യരാണ്. മനുഷ്യർ എന്ന് പറഞ്ഞാൽ പച്ചയായ മനുഷ്യർ. പിന്നെ ഏറ്റവും എനിക്കതിൽ വലിയ കോമഡി തോന്നിയൊരു കാര്യം എന്താ പറയുക, അവർ ചോദിക്കുന്നുണ്ട് അവർ അധ്വാനിച്ചിട്ടാണോ ജീവിക്കുന്നത്? അങ്ങനെയൊക്കെ അല്ല ലക്ഷ്മിയുടെ വീട്ടിൽ വന്നിട്ട് അവർ പിച്ച തിണ്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അവരധ്വാനിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എനിക്ക് അതൊക്കെ കൊണ്ടാണ് അവരുടെ അടുത്ത് ഭയങ്കര ഒരു സ്നേഹവും ഇഷ്ടവും കാര്യങ്ങളൊക്കെ. അവരാരുടെ മുന്നിലും എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല. ഈ ഇരിക്കുന്ന ഞങ്ങൾ പോലും യൂട്യൂബ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തവർ പോലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പറഞ്ഞ് ചോദിച്ചിറന്ന് പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ സ്വന്തം കാലിൽ നിൽക്കുകയും അതുപോലെ തന്നെ ജീവിക്കുകയും ചെയ്യുന്ന 2 ആൾക്കാരാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ ഡോഗിൻ്റെ കാര്യം പറഞ്ഞത് എന്താണെന്നറിയോ, അങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വരികയായിരുന്നു. ലൈക്ക് നമുക്ക് ഉപകാരമില്ല, അല്ലെങ്കിൽ അവരങ്ങനെയായി, അവർ വേറെ തന്നെ ഉള്ളൊരു മനുഷ്യരാണെന്ന് കണ്ടവരങ്ങ് മാറ്റി നിർത്താനാണെങ്കിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2025 പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ലക്ഷ്മിയൊക്കെ നേരെ ഇങ്ങനെ എടുത്ത് ഒരു 99, 96 ഞാനൊക്കെ ജനിച്ചൊരു ടൈം, ആ ഒരു ടൈമിൽ കൊണ്ടിടുകയാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് അത് ജീവിക്കാൻ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് വേറൊന്നും പറയാനില്ല. ഞാൻ എന്നെ കേൾക്കുന്ന ആൾക്കാരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ചുറ്റുമുള്ള എല്ലാവരും മനുഷ്യരാണ്. അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവർക്കേ അറിയും, നമുക്കറിയില്ല. അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. നിങ്ങൾക്ക് ശല്യം ചെയ്യാത്ത പക്ഷം അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. നിങ്ങൾ അവരുടെ ലൈഫിൽ കയറി ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുക, അവരെ കരയിപ്പിക്കുക എന്ന് പറഞ്ഞതാണ് ലോകത്തെ ഏറ്റവും വലിയ ദുഷ്ടതരം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഈക്വലായിട്ട് കാണുക. ആണ്, പെണ്ണ്, ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ LGBTQ ചെറുത്, വലുത്, കറുത്തത്, വെളുത്തത്, അതൊന്നും മാറ്റർ അല്ല. എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർ, മൃഗങ്ങൾ, ഇങ്ങനത്തെ വ്യത്യാസം മാത്രം കണ്ടാൽ മതി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ബാക്കി വീഡിയോസും ഷോർട്സൊക്കെ കയറി കാണുക. എൻ്റെ വരയും വായനയും കാട് കയറിയ ചിന്തകളൊക്കെ സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.